ന്യൂസിലൻഡ് ഓസ്കിക്കകത്ത് നിങ്ങൾ പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പം എല്ലാ ഓസ്കി സ്റ്റേഷനും നിങ്ങൾക്ക് ഒരു സിമുലേറ്റർ ഓസ്കി അല്ലെങ്കിൽ റെഗുലേറ്റർ ഓസ്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പേഷ്യൻറ്റുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. പേഷ്യൻറ്റുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുമ്പം അവിടെ ആരാ, പേഷ്യൻ്റാണോ ആക്ടറാണോ അതല്ലെങ്കിൽ മാനിക്കനാണോ എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ന്യൂസിലൻഡ് ഓസ്കിയിൽ നമുക്ക് എങ്ങനെയാണ് പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നത്. പേഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആക്ടർ വരും, അതല്ലെങ്കിൽ മാനിക്കൻ വരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ടാസ്ക് ട്രെയിനർ എന്ന് പറഞ്ഞ സംഭവം. ടാസ്ക് ട്രെയിനർ എന്ന് വെച്ചാൽ പേഷ്യൻ്റെ കയ്യോ കാലോ ഒക്കെ ആയിട്ട് അവിടെ വെച്ചേക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇനീഷ്യലി ഞാൻ 1 by 1 ആയിട്ട് പറയാം. ആക്ടറാണ് വരുന്നതെങ്കിൽ അവർ പ്രൊഫഷണൽ ആക്ടറാണ്, അവർ ട്രെയിൻഡാണ്, കോമ്പിറ്റൻ്റ് ആണ്. അവർ ഒരു പർട്ടിക്കുലർ പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യും. പേഷ്യൻ്റെ ബുദ്ധിമുട്ടുകളും ഫോർ എക്സാമ്പിൾ ശ്വാസം മുട്ട് അല്ലെങ്കിൽ പേഷ്യൻ്റെ പെയിന് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട്, ആഗണി, ഡിസ്ട്രസ് ഒക്കെ പേഷ്യൻ്റ് ആക്ട് ചെയ്ത് കാണിക്കും. അത് കഴിയുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്ക് ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് സെറ്റിലാകും. ആ രീതിയിലാണ് ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, സംസാരിക്കുകയോ കൺട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർ തന്നെ ആൻസറൊക്കെ പറയും. അപ്പം ഇതെല്ലാം സാധാരണ പേഷ്യനെ പോലെ തന്നെയാണ് ഈ ആക്ടർ ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിക്കനാണ്. അപ്പോൾ മാനിക്കനാകപ്പെട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ മാനിക്കൻ നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ മാനിക്കനുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. മാനിക്കനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എക്സാമിനേഴ്സാണ് മാനിക്കിന് വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാനിക്കനോട് നമ്മൾ അല്ലെങ്കിൽ പേഷ്യനോട് നമ്മൾ ചോദിക്കുക, ക്യാൻ ഐ ഹാവ് യുവർ നെയിം പ്ലീസ് എന്ന് പറയുമ്പോൾ മൈ നെയിം ഈസ് മേരി എന്ന് പറയുന്നത് ഈ എക്സാമിനായിരിക്കും പറയുന്നത്. പക്ഷേ എക്സാമിൻ്റെ ഈ മാനിക്കിൻ്റെ പുറകെ ഇരുന്നല്ല പറയുന്നത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നാണ് പറയുന്നത്. പക്ഷേ യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈ പേഷ്യൻറ്റിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മാനിക്കിൻ്റെ മുഖത്തോട്ട് നോക്കി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആക്ടറും അങ്ങനെ തന്നെ ആക്ടറുടെ മുഖത്തേക്ക് നോക്കി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ടാസ്ക് ട്രെയിനർ എന്ന് പറയും. അപ്പോൾ ന്യൂസിലൻഡ് ഓസ്കിക്ക് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ടാസ്ക് ട്രെയിനർ. അപ്പോൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ സാധനം, പക്ഷേ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓസ്ട്രേലിയ ടാസ്ക് ട്രെയിനർ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു IV സ്റ്റേഷൻ്റെ അകത്ത് കൈ മാത്രമാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ചില സ്റ്റേഷൻ്റെ അകത്ത് പർട്ടിക്കുലർ ലിംബ് മാത്രം വയ്ക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ UK ഒക്കെ മിഡ് ഫ്രീ സ്റ്റേഷൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ സപ്പോസിറ്ററി സ്റ്റേഷൻ്റെ അകത്ത് ബട്ടക്ക് മാത്രം വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ടാസ്ക് ട്രെയിനർ എന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡി പാർട്സ് ആണ്. അപ്പോൾ ആമോ കയ്യോ ബട്ടക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ, അബ്ഡമനോ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം വെച്ചേക്കും. അതുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്കൊരു പേഷ്യനെ പോലെ തന്നെ അത് മാനേജ് ചെയ്ത് നമ്മൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ട് പോസ്റ്റ് പ്രൊസീജിയർ ചെയ്ത് ഇറങ്ങിപ്പോകാം. അപ്പോൾ അങ്ങനെയാണ് ഈ 3 രീതിയിലാണ് ഈ സംഭവം വരുന്നത്. അപ്പം ന്യൂസിലൻഡ് ഓസ്കിക്കകത്ത് നക്ഷലായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് വരുന്നത്, ഒന്ന് നമുക്ക് ആക്ടേഴ്സ് വരും, രണ്ടാമത് നമുക്ക് മാനിക്കൻ വരും, മൂന്നാമത് ടാസ്ക് ട്രെയിനേഴ്സ് വരും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.